ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്നത് മലയാള സിനിമയുടെ അസോസിയേഷനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ചേരിതിരിവ്, ഗ്രൂപ്പിസം ഇതെല്ലാം ആരോപിച്ചെത്തുകയും പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന ഇടത്തു നിന്ന് ഇപ്പോൾ പലരും രാജിവെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. പ്രധാനമായും ശ്വേത മേനോൻ അടക്കമുള്ളവർ തന്നെ രാജിവെച്ച് ഇറങ്ങിയതിന്റെ പേരിൽ വലിയ പ്രക്ഷോഭം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കുള്ളിലും പിന്നിലും നടക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാതെ മുൻനിര നായകന്മാരൊക്കെ നടക്കുമ്പോൾ മമ്മൂട്ടിയെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടി ഇതിനെക്കുറിച്ച് ചോദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന് പറയാം. എന്ത് ചോദിച്ചാലും സാധാരണ നല്ല രീതിയിൽ മറുപടി പറയാത്ത മമ്മൂട്ടി പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു നല്ല മറുപടി നൽകിയിട്ടുണ്ട്. എന്താണ് ആരും എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കാത്തതെന്നാണ് ഞാൻ ആലോചിച്ചത്. അമ്മയിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും, അതിലാരും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വളരെയധികം താൽക്കാലികമായിരിക്കും. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നും ആദ്യമായിട്ടല്ല ഒരു അസോസിയേഷനിൽ പ്രശ്നം വരുന്നതെന്നും പക്ഷേ ഇത് സിനിമാക്കാരുടെ അസോസിയേഷൻ ആയതുകൊണ്ടാണ് ഇത് വെളിയിൽ ഇങ്ങനെ ഇത്രയും അധികം ആളുകൾ അറിഞ്ഞതെന്നും പറയുന്നു. വോയിസ് ക്ലിപ്പുകൾ, ചാറ്റുകൾ, പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ വളരെ ശക്തമായി ഇത്തരത്തിൽ വാർത്തകളാക്കി പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് സിനിമാക്കാർ എന്നതുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രശ്നം വളരെ പെട്ടെന്ന് തീരും, വളരെ പെട്ടെന്ന് തന്നെ തീരാനും നമ്മൾ എല്ലാവരും മുൻകൈ എടുക്കണം. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ മമ്മൂട്ടി പറയുന്നത് ശരിയാണ് എന്നും ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഇതിനു വേണ്ടി തന്നെയാണ് ശ്രമിക്കേണ്ടതെന്നും പറയുന്നു. ഇപ്പോൾ അവർക്ക് കുറച്ച് സമാധാനം കൊടുക്കാം. ഇപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ താരങ്ങളെല്ലാം വന്ന് മാറ്റും എന്നുള്ളതാണ് ഉറപ്പായിരിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഉണ്ടായിരുന്ന അസോസിയേഷൻ വളരെ നല്ലൊരു അസോസിയേഷൻ ആയിരുന്നു എന്നതാണ് സത്യം. പ്രേക്ഷകർക്ക് അത് വളരെ നന്നായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ആരാധകർ അതിനെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിയെ കൈയോടെ പിടിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. വളരെ ചിരിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടെയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നതും. എന്നോട് ആരും ഇതുവരെ ഇതിനെക്കുറിച്ച് ചോദിക്കാത്തത് എന്താണെന്ന് ഞാനും കരുതി. ഞാൻ അമ്മയിലെ മെമ്പർ അല്ല എന്ന് നിങ്ങൾ കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ അമ്മയുടെ ആക്റ്റീവ് മെമ്പർ തന്നെയാണ്. എല്ലാ മീറ്റിങ്ങിനും ഞാൻ പരമാവധി പോകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങുകൾക്ക് എനിക്ക് വരാൻ സാധിക്കാത്തത് എനിക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അതല്ലാതെ എല്ലാ മീറ്റിങ്ങുകൾക്കും ഞാൻ ചെല്ലാറുണ്ട് എന്നും ഇത്തവണത്തെ ഈ പ്രശ്നം അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലും എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിൽ എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതുന്നത്. പ്രേക്ഷകരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്നുകൂടി പറയുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. ഓരോ സമയത്തും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം വ്യക്തമാകുന്ന ഈ ഒരു വാർത്ത കൂടി ഏറ്റെടുക്കുന്നു എന്ന് കൂടി നമ്മൾ പറയണം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ വാർത്തകൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന പോലെയായി മാറുകയും ചെയ്യുന്നു എന്നുകൂടി നമുക്ക് പറയാം. ആരാധകരുടെ പ്രീതി ലഭിക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.